ഞാനും മാഡമായിട്ടൊക്കെ ഇപ്പോൾ ദൂരത്ത് നമ്മളിപ്പോൾ പ്രൈം വിറ്റ്നസിലാണെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കും, മാഡത്തിന് കുറച്ച് സമയമുള്ളതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റും. ചാനൽ ചർച്ചകളിൽ അങ്ങനെ സമയം കിട്ടത്തില്ല. ഇപ്പോൾ ദൂരദർശനിലാണെങ്കിലും മാഡവും ഞാനൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് മാഡത്തെ പിടിച്ചു നിർത്താൻ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ട്. മാഡം ഇങ്ങനെ സംസാരിച്ചു പോകും. അപ്പോൾ പല ചാനലുകളും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ അവതാരകർ പെരുമാറാറുള്ളൂ, നമുക്ക് സ്പേസും തരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും മാഡത്തിന് ഏതെങ്കിലും ചാനലിൽ നിന്ന് നമുക്ക് അത്ര കംഫർട്ട് അല്ല, എനിക്ക് ഈ സമയം തരുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇന്ത്യൻ ലോകത്ത് മുഴുവനും തന്നെ സ്ത്രീ പുരുഷ വൈജാത്യം, അതായത് സ്ത്രീകളെ ഒരു രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ആ രീതി ലോകത്ത് മുഴുവനും എല്ലാ മതങ്ങളിലും എല്ലായിടത്തും ഉണ്ട്, കുടുംബങ്ങളിലും ഉണ്ട് വലിയ പരിധി വരെ. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ചെല്ലുമ്പോഴും എനിക്ക് അത് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അപ്പോൾ ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ വരെ ആ ചർച്ചയിൽ കാണും. അവരോട് പോലും ചോദിച്ചു കഴിഞ്ഞിട്ടായിരിക്കും എന്നോടുള്ള ചോദ്യം വരിക. അപ്പം ഞാൻ തിരിച്ചുടനെ തന്നെ ചോദിക്കും, ഇപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചല്ലോ, ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഏറ്റവും അവസാനം ചോദിക്കാവുള്ളൂ എന്നുണ്ടല്ലേ എന്ന് ഞാൻ അപ്പം തന്നെ വെട്ടി തുറന്ന് ചോദിക്കും. എനിക്ക് അതിനൊന്നും ഒരു ശങ്കയുമില്ല. എന്നെ ആര് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. കാരണം അസമത്വം അപ്പോൾ തന്നെ ഞാൻ, അതായത് ഏത് മേഖലയിൽ ഈ പറയപ്പെട്ട ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ്, പെണ്ണിനൊന്ന് ആണിനൊന്ന്, ആണിനൊരു പ്രയോറിറ്റി പെണ്ണിനൊരു ഇൻഫീരിയോറിറ്റി എന്ന രീതിയിൽ ഒരു ഇത് വന്നാൽ ഞാൻ അപ്പം തന്നെ അത് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കും. പിന്നെ അവരെന്നെ വിളിക്കുമോ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. കാരണം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടല്ല നമ്മളാകുന്നത്. എനിക്ക് അങ്ങനെ ഒരു വിചാരവുമില്ല. അപ്പൊ അങ്ങനെ ഒരു മടിയുമില്ലാതെ ചാനലുകളിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതായത് പുരുഷന്മാരെ എല്ലാം വിളിച്ചു കഴിഞ്ഞ് ഞാൻ കോൺഗ്രസിന്റെ വേദിയിൽ തന്നെ ഈ ഒരു വലിയ മീറ്റിങ്ങിൽ നിറച്ച് ഒരു സ്റ്റേജ് നിറച്ച് പ്രസംഗകരുണ്ട്. അങ്ങനെ എല്ലാവരും പ്രസംഗിച്ച് അവസാനം എന്നെ വിളിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് സംഘാടകരോട്, ഈ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാണെന്നറിയാം? ആ പോപ്പുലേഷന്റെ 52% സ്ത്രീകളാണ്. അതിൽ നിന്ന് ഒരേ ഒരു സ്ത്രീയെ ഈ സ്റ്റേജിലുള്ളൂ. ആ എന്നെയാണ് നിങ്ങൾ ഏറ്റവും അവസാനമല്ല, എനിക്ക് ശേഷം ഒരാളൂടെ പ്രസംഗിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ആരുടെയെങ്കിലും അടുത്ത് കൈകൂപ്പി നിന്ന് ഏതെങ്കിലും സ്ഥാനമാനം കാക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ എനിക്ക് ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളത് പറയാൻ ഒരു മടിയുമില്ല. ഓക്കെ.